കോഴിക്കോട് കുറ്റിച്ചിറയിൽ കുളത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് 17-കാരൻ യഹിയ. അന്ത്യം സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ. കണ്ണൂരിൽ നിന്നുള്ള BJP നേതാവ് C. സദാനന്ദൻ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത രാഷ്ട്രപതി. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ നേതാവും. പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചുവെന്നും പാർട്ടി നൽകിയ അംഗീകാരമാണെന്നും C. സദാനന്ദൻ. ഇങ്ങനെയൊരു നിയോഗം ഉണ്ട് എന്നുള്ളത് നേരിട്ട് മോദി തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. സന്തോഷത്തോടെ സ്വീകരിക്കണം, അത് ചെയ്യണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരങ്ങൾക്ക് നിരോധനം. വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ച് പോലീസ്. കത്തയച്ചത് ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് ചൂണ്ടിക്കാട്ടി. സർവകലാശാല, പരീക്ഷാ ഭവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ 200 മീറ്റർ ചുറ്റളവിൽ പ്രകടനങ്ങളോ ധർണയോ സമരമോ പാടില്ല എന്ന് നിർദ്ദേശം. കൊച്ചിയിൽ MDMAയുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസിന്റെ ലഹരി ഇടപാടിൽ ചലച്ചിത്ര പ്രവർത്തകരോട് വിവരം തേടി പോലീസ്. 4 ചലച്ചിത്ര പ്രവർത്തകർ റിൻസിയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന് കണ്ടെത്തൽ. സിനിമയുടെ ഭാഗമായാണ് വിളിച്ചതെന്ന് ചലച്ചിത്ര പ്രവർത്തകർ. റിൻസിയെ നാളെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. CPIM നേതാവും മുൻ MLAയുമായ PK ശശിയെ കോൺഗ്രസിലെത്തിക്കാനുള്ള നീക്കത്തിൽ എതിർപ്പ്. മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ. ശശിയെ എടുത്താൽ UDF ദുർബലപ്പെടുമെന്ന് താക്കീത്. സ്ത്രീകളെ അപമാനിച്ചവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്നും ദുൽകിഫിൽ. ശശി പാർട്ടി വിരുദ്ധ നിലപാടെടുത്താൽ പരിശോധിക്കുമെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി EK സുരേഷ് ബാബു. പുതുക്കിയ കീം റാങ്ക് പട്ടികയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരള സിലബസ് വിദ്യാർത്ഥികൾ. നാളെ ഹർജി നൽകിയേക്കും. നീക്കം ഡിവിഷൻ ബെഞ്ച് ഹർജിയിൽ അപ്പീലിനില്ല എന്ന സർക്കാർ തീരുമാനത്തിനെതിരെ. പ്രവേശന നടപടി പൂർത്തിയാക്കാൻ കൂടുതൽ സമയം തേടി സർക്കാർ. തമിഴ്നാട് തിരുവള്ളൂരിൽ ഡീസൽ കയറ്റി വന്ന ചരക്ക് ട്രെയിനിൽ തീപിടിച്ചു. തീ പടർന്നത് 5 വാഗണുകളിൽ. അപകടത്തിന് പിന്നിൽ അട്ടിമറി ശ്രമമെന്ന് സംശയം. അപകട സ്ഥലത്തിന് 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ. 2 കിലോമീറ്റർ ചുറ്റളവിൽ ആളുകളെ ഒഴിപ്പിച്ചു. 12 ട്രെയിനുകൾ പൂർണ്ണമായും 13 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. അന്വേഷണം ആരംഭിച്ച റെയിൽവേ പോലീസ്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. ചികിത്സയിലിരിക്കെ മരിച്ചയാൾക്ക് നിപ്പ സ്ഥിരീകരിച്ചതായി സൂചന. മരിച്ചത് പാലക്കാട് കുമരംപുത്തൂർ സ്വദേശി. ജാഗ്രത തുടരാൻ നിർദ്ദേശിച്ച് ആരോഗ്യവകുപ്പ്. മടക്കയാത്രയ്ക്ക് ഒരുങ്ങി ഇന്ത്യയുടെ വ്യോമസേനാ ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. ബഹിരാകാശ നിലയത്തിൽ ആക്സിയം 4 ദൗത്യ സംഘത്തിന് ഇന്ന് യാത്രയയപ്പ് നൽകുക നാസ എക്സ്പെഡിഷൻ 73 ക്രൂ.